ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലില്ലേ ഒരു പോരാളി? അതിരാവിലെ എണീറ്റ് എല്ലാവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരെയും ഓഫീസിലും സ്കൂളിലും ഇട്ട് വീട്ടിലെ വയസ്സായ വൃദ്ധമാതാക്കളെ നോക്കി വീട് ക്ലീൻ ചെയ്ത് ഗ്രോസറികൾ വാങ്ങി വീട്ടിലെ ബിൽസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് അങ്ങനെ എന്ന് വേണ്ട ടു സെറ്റ് ജോലികൾ ചെയ്ത് രാത്രി 11 മണിക്ക് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന ഒരു പോരാളി. ഈ ജോലിക്ക് ഇന്ന് വരെ ആരെങ്കിലും ശമ്പളം കൊടുത്തിട്ടുണ്ടോന്ന്? ഇല്ല. കാരണം സൊസൈറ്റി ഇതൊരു ജോലിയായിട്ട് കണ്ടിട്ടേ ഇല്ല ഇതുവരെ. പക്ഷെ ഈ ജൂൺ 11 2026 സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. അതെല്ലാവരും ഞെട്ടിക്കുന്ന ഒരു വിധിയായിരുന്നു. ഒരു വീട്ടമ്മയുടെ ജോലിയുടെ വാല്യൂ എന്ന് പറയുന്നത് പ്രതിമാസം 30,000 രൂപയാണ്. ഇതൊരു റെവല്യൂഷണറി വേർഡിക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. 2001 നവംബർ 25 പഞ്ചാബിൽ നിന്നുള്ള രേഷ്മ എന്ന പേരുള്ള 33 വയസ്സുള്ള ഒരു സ്ത്രീ. അവരൊരു സ്ത്രീയാണ്, ഭാര്യയാണ്, 3 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. ഈ 2001 നവംബർ 25 അവർ ഫത്തേഹാബാദ് ഹൈവേയിലുള്ള റോഡ് ആക്സിഡന്റിൽ മരണപ്പെടുകയാണ്. അവരുടെ ഭർത്താവും 3 കുഞ്ഞുങ്ങളും ഒറ്റക്ക്. ഇതൊരു അപകട മരണം ആയതുകൊണ്ട് ഭർത്താവ് എന്ത് ചെയ്തു? കോർട്ടിൽ പോയി ക്ലെയിമിന്. MACT ട്രൈബ്യൂണൽ, അതായത് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണലിന്റെ വിധി വന്നു 2,42,000 രൂപ. ഒരു വീട്ടമ്മക്ക് അപകട മരണം സംഭവിച്ചതുകൊണ്ട് കിട്ടിയ തുക എന്ന് പറയുന്നത് 2,42,000. അവരുടെ ജീവന്റെ വിലയാണ് 2,42,000. എന്തുകൊണ്ടാണ് കോടതി ഇത്രയും ചെറിയൊരു എമൗണ്ട് ക്ലെയിം കൊടുത്തേ? കാരണം അവർ വീട്ടമ്മയാണ്, അവർക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഇല്ല, പേ സ്റ്റബ് ഇല്ല, ഓഫീസ് ലെറ്റർ കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. ഈ 2,42,000 വെച്ച് എന്ത് ചെയ്യാനാ? ഫാമിലി എന്ത് ചെയ്തു? ഒരു കോടതിയിൽ നിന്ന് വേറൊരു കോടതിയിലേക്ക് ഓടാൻ തുടങ്ങി. അവസാനം പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ട് 2024, അതായത് 23 വർഷം കഴിഞ്ഞിട്ട് ഈ 2,42,000 എന്ന് പറഞ്ഞ ക്ലെയിം തുക 8,43,000 രൂപയാക്കിയിട്ട് ഉയർത്തി. അതായത് 23 വർഷം കേസ് നടത്തിയിട്ട് അവർക്ക് കിട്ടിയത് 6 ലക്ഷത്തോളം ഇൻക്രിമെന്റ്. അതായത് 2.5 ലക്ഷം 8.5 ലക്ഷമായി. ഈ ജഡ്ജ്മെന്റ് നടന്ന സമയത്ത് അവിടെ ഒരു കോടതിയിൽ തീപിടുത്തുണ്ടായിട്ട് അവിടുത്തെ ഫയൽ പോലും നശിച്ചുപോയി, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഫാമിലി എന്ത് ചെയ്തു? ആ ഒരു തുകയും കുറവായതിനാൽ ഫാമിലി നേരെ സുപ്രീം കോർട്ടിൽ പോയി. അവിടെയാണ് ട്വിസ്റ്റ് വന്നത്, അവിടെയാണ് കഥ തുടങ്ങുന്നത്. ജൂൺ 11 2026 ജസ്റ്റിസ് സഞ്ജയ് കരോളും NK സിംഗിൻ്റെയും ബെഞ്ച് ഈ കേസിൽ ഒരു വിധി പ്രഖ്യാപിച്ചു. ആ വിധിയിൽ 8.5 ലക്ഷം കോമ്പൻസേഷൻ ചെന്നെത്തിയത് 62,78,00,000. ആ ഒരു വിധി പ്രഖ്യാപനത്തിൽ 8.5 ലക്ഷം കോമ്പൻസേഷൻ ചെന്ന് അവസാനിച്ചത് 63 ലക്ഷം കോമ്പൻസേഷനിൽ. നോക്ക്, 25 വർഷം കഷ്ടപ്പെട്ടു എന്നിട്ടാണ് ആദ്യം കിട്ടിയ കോമ്പൻസേഷൻ 2.5 ലക്ഷം. അവസാനം സുപ്രീം കോടതി വരെ പോയിട്ട് അവരെ ക്ലെയിം 63 ലക്ഷം വാങ്ങിയെടുത്തു. ഒരു ഫാമിലിക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് 25 വർഷം കാത്തിരിക്കേണ്ടി വന്നു. അവസ്ഥ നോക്കി. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ 30,000 കണക്കിലേക്ക് നമുക്ക് നോക്കാം. സാധാരണ ഒരു ആക്സിഡന്റ് പറ്റിയാൽ ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ പാസ്സാവുക ആ മരിച്ച ആളുടെ ജോലി, അവരുടെ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് അതൊക്കെ കമ്പ്യൂട്ട് ചെയ്തിട്ടാണ് ഈ കോമ്പൻസേഷൻ ക്ലെയിം കണക്ക് കൂട്ടുക. ഇപ്പം ഈ വീട്ടമ്മക്ക് ജോലി ഇല്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഇത്രയും കുറവ് തുക ആദ്യം ട്രൈബ്യൂണലിന് വിധിക്കേണ്ടി വന്നത്. ഈ ഒരു സ്ഥിതി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി വീട്ടമ്മമാരുടെ ജോലിക്കൊരു വാല്യൂ കൽപ്പിച്ചത്. ഈ 30,000 എന്ന് പറയുന്ന ഈ ഒരു തുക എങ്ങനെ എത്തിയതെന്ന് നമുക്ക് നോക്കാം. ഇത് ജസ്റ്റ് കണക്ക് കൂട്ടിയിട്ട ഒരു ഫിഗർ അല്ല. എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ കുക്കാണ്, ട്യൂഷൻ ടീച്ചറാണ്, നേഴ്സാണ്, മാനേജറാണ്, മെയ്ഡാണ്, അങ്ങനെ ഇന്നതെന്നില്ല ഒട്ടനവധി റോളുകൾ അവർ വഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോടതി എങ്ങനെ ഈ 30,000 എത്തിയെന്നല്ലോ? അവരൊരു കണക്കങ്ങ് കൂട്ടി. അതായത് ഈ വീട്ടമ്മ ഒരു സ്ട്രൈക്കിന് പോവുക, അതായത് പണി മുടക്കുക.
ആ പണി മുടക്കി കഴിഞ്ഞാൽ ഇവർ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ ചെയ്യാൻ വേറെ ഒരാളെ അപ്പോയിൻ്റ് ചെയ്യേണ്ടി വരും. അതായത് ട്യൂഷൻ ടീച്ചറെ പണി, കുക്കിൻ്റെ പണി, മാനേജറുടെ പണി, മെയ്ഡിൻ്റെ പണി, നേഴ്സിൻ്റെ പണി, അങ്ങനെ ഈ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരാളെ വെക്കണമെങ്കിൽ എത്ര പൈസ ചിലവ് വരും? അങ്ങനെ കോടതി ഒരു കണക്ക് കൂട്ടി. അപ്പോൾ ഒരു കുക്കിനെ ആണെങ്കിൽ ഒരു മാസം 15,000 തൊട്ട് 20,000 വരെ ചിലവ് വരും. ഒരു മെയ്ഡിനാണെങ്കിൽ 8,000 തൊട്ട് 12,000 വരെ ചിലവ്. ഒരു ട്യൂഷൻ ടീച്ചർക്കാണെങ്കിൽ 5,000 തൊട്ട് 10,000 വരെ. ഇനി വയസ്സായവരെ നോക്കുന്ന ഒരു നേഴ്സിനാണെങ്കിൽ 10,000 തൊട്ട് 15,000. ഇനി വീടും കാര്യങ്ങളൊക്കെ ബജറ്റും ഒക്കെ മാനേജ് ചെയ്യുന്ന ഒരു മാനേജറെ ഹയർ ചെയ്യണമെങ്കിൽ 8,000 തൊട്ട് 12,000 വരെ. ഇതെല്ലാം കൂട്ടുമ്പോൾ ഏകദേശം കോസ്റ്റ് എന്ന് പറയുന്നത് 50,000 തൊട്ട് 60,000 വരെ വരും. അപ്പോൾ ഈ ഒരു സ്ലാബ് കണക്കെടുത്തിട്ട് കോടതി എന്ത് ചെയ്തു? ഒരു 30,000 മിനിമം എന്നുള്ളൊരു സ്ലാബ് ഫിക്സ് ചെയ്തു. അതായത് ഈ 30,000 മിനിമമാണ്, മാക്സിമം അല്ല കേട്ടോ, മിനിമം. ഇതിന്നാണ് തുടങ്ങുക. ഇനി വേറൊരു കാര്യം കൂടി കോടതി ആഡ് ചെയ്തു. കാരണം ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് $4 ട്രില്യൺ. ആ $4 ട്രില്യൺ 15% എന്ന് പറയുന്നത് ഈ വീട്ടമ്മമാരുടെ കോൺട്രിബ്യൂഷൻ ആണെന്ന് പറയുന്നത്. 15% എന്ന് വെച്ചാൽ ഏകദേശം 57 ലക്ഷം കോടി രൂപ വരും. അതായത് ഈ 57 ലക്ഷം കോടി രൂപയുടെ GDP എവിടുന്ന കിട്ടുന്നത്? ഈ വീട്ടമ്മമാരുടെ അൺപെയ്ഡ് സർവീസസ് നിന്ന്. ഇതെല്ലാ വർഷവും ഫ്രീ ആയിട്ട് ഗവൺമെൻറ്റിന് നമ്മുടെ രാജ്യത്തിന് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഈ ഒരു 30,000 എന്ന് പറയുന്നത് എല്ലാ വർഷവും 10% വെച്ച് കൂട്ടണം എന്നുള്ളൊരു ക്ലോസും കൂടി ഇതിൻ്റെ കൂടെ വെച്ചു. അതായത് ഇൻഫ്ലേഷൻ, ടൈം വാല്യൂ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ വർഷവും അടുത്ത വർഷം തൊട്ട് അത് 33,000 ആവും. അതിൻ്റെ അപ്പുറത്തെ വർഷം 36,300 ആവും. അങ്ങനെ ഓരോ 10 വർഷം ഓരോ വർഷം കൂടുമ്പോഴും 10% വെച്ച് കൂടിക്കൊണ്ടിരിക്കും. എന്തായാലും സുപ്രീം കോടതി ചെയ്തത് നല്ല അടിപൊളി പരിപാടിയാണ്. അത് പറയാതിരിക്കാൻ വയ്യേ വയ്യ. വേറൊരു കാര്യം കൂടി സുപ്രീം കോടതി ഈ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു. ഇനി ഹൗസ് വൈഫ് എന്ന് പറഞ്ഞൊരു വേർഡ് ഇല്ല. ആ വേർഡ് മാറ്റിയിട്ട് പുതിയൊരു വേർഡ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് നാഷൻ ബിൽഡർ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പം ജസ്റ്റിസ് കരോള് ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞൊരു കാര്യമാണ്. ഇങ്ങനെയാണ് പറഞ്ഞത്. ആ വേർഡിങ് ഇങ്ങനെയാണ് ആക്ച്വലി. ദ ഹോം മേക്കർ ബിൽഡ് ദ നേഷൻ. സോ വി ഹാവ് ക്വാണ്ടിഫൈഡ് ആസ് എ നേഷൻ ബിൽഡർ ദ മിനിമം മന്ത്ലി ഇൻകം വുഡ് ബി 30,000. ഇത് ജസ്റ്റ് വായു കൊണ്ട് പറഞ്ഞല്ല കേട്ടോ, ഇത് ലോ ആണ്. ലോയിൽ എഴുതി ചേർത്ത വാക്കുകളാണ്. സോ ഹൗസ് വൈഫ് എന്നുള്ള വാക്ക് കോടതി അങ്ങ് കുഴിച്ചു മൂടി. ഇനി തൊട്ട് ഇവർ ഈ പോരാളികൾ അറിയപ്പെടാൻ പോകുന്നത് നേഷൻ ബിൽഡർ എന്നാണ്. ശരിയാണ്. ഓരോ തലമുറയും വളർത്തിയെടുക്കുന്ന ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാരാ? ഈ വീട്ടമ്മമാരാണ്. അപ്പോൾ ഇവർക്ക് ഈ പേര് ഏറ്റവും യോജിച്ച പേര് തന്നെയാണ്, ഒരു സംശയമില്ല. ഈ ഹൗസ് വൈഫ് എന്നുള്ളൊരു വേർഡിൽ എപ്പോഴും ഒരു ഡിപ്പെൻഡൻസി, ഒരു സെക്കൻഡ് ക്ലാസ് സ്റ്റാറ്റസ്, അങ്ങനത്തെ ഒരു എന്തൊക്കെയോ ഒരു കുറവുകേടുകളുണ്ട് ശരിക്കും. അപ്പോൾ കോടതി ഇതൊക്കെ അങ്ങ് ഒറ്റയടിക്ക് അങ്ങ് അടിച്ച് തൂഫാനാക്കി. കോടതി വേറൊരു കാര്യം കൂടി പറഞ്ഞു. അതായത് ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് സമ്പാദിക്കുന്ന പുരുഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അവരെ ഡിപ്പെൻഡഡ് ആണ്. പക്ഷേ കോടതി പറഞ്ഞു ഇത് നേരെ തിരിച്ചിട്ടാണ്. അതായത് ഈ ഏണിങ് മെന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്ത്രീകളെയാണ്. കാരണം ഇവർ ഈ ആണുങ്ങൾ പണി കഴിഞ്ഞ് വരുമ്പോൾ ഒരു നല്ല വൃത്തിയുള്ള വീട്, റെഡിയായ ഭക്ഷണം, കുട്ടികളൊക്കെ നല്ല സെറ്റായിട്ടിരിക്കുന്നത്, വീട്ടിൽ മാതാപിതാക്കളൊക്കെ സെറ്റായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വീട് എന്ന് പറഞ്ഞത് എന്താ പറയേണ്ട ഒരു ബബിള് പോലെയാണ്. അപ്പോൾ ഈ ഒരു ബബിള് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്ത്രീകളാണ്. ഈ ഒരു സെറ്റായി നിൽക്കുന്ന ബബിളാണ് അടുത്ത ദിവസം പുരുഷന് കൂടുതൽ പ്രൊഡക്ടിവിറ്റി നൽകുന്ന ഫ്യൂൽ എന്നാണ് കോടതി പറയുന്നത്. ശരിയാണ്. ഇതെല്ലാം സെറ്റായിട്ട് കാണുമ്പോൾ ഒരു പുരുഷന് അത്രയും എന്താ പറയണ്ടേ സമാധാനവും സന്തോഷവും ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അവനത് നാളെ പോയിട്ട് നാളത്തേക്ക് അവന് ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് അവന് വീട്ടിലെ കാര്യങ്ങൾ അധികം നോക്കേണ്ട ആവശ്യം ഉണ്ടാകാൻ വരുന്നില്ല. അപ്പോൾ
മൊത്തത്തിൽ ഒരു ഹാപ്പി മൈൻഡ് സെറ്റ് അവന് ക്രിയേറ്റ് ആവും. അപ്പോൾ അവന് നാളത്തേക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് എന്തായാലും ഇതിലൂടെ സെറ്റ് ആവുന്നുണ്ട്. വേറൊരു കാര്യം കൂടി കോടതി പറഞ്ഞു, സ്ത്രീകളുടെ റോൾ എന്ന് പറയുന്നത് ഈ ബയോളജിക്കൽ പ്രൊഡക്ഷനിൽ ഒതുങ്ങുന്നതല്ല, അവരൊരു ലൈഫ് ടൈം സ്കൂൾ റൺ ചെയ്യുന്നുണ്ട് എന്നാണ് കോടതി പറയുന്നത്. ആൾക്കാരുടെ വാല്യൂ, റെസിലിയൻസ്, ക്യാരക്ടർ ഇതൊക്കെ ബിൽഡ് ചെയ്യുന്നത് ഒരു അമ്മയാണ്. അത് ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ജോലി ഈ വീട്ടമ്മയാണ് എടുക്കുന്നത്. ഇതൊരു സ്കൂളിലോ ഒരു ടീച്ചറോ പറഞ്ഞിരുന്നൊരു കാര്യമല്ല. സോ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരമ്മ ഒരു നാഷൻ ബിൽഡർ ആണ്, നോ ഡൗട്ട്. നമ്മളൊരു വീട്ടമ്മ മരിച്ചു കഴിഞ്ഞാലുള്ള കോമ്പൻസേഷൻ ക്ലെയിമിനെ പറ്റി സംസാരിച്ചു. അപ്പോൾ അവർക്ക് കിട്ടുന്നത് 30,000 ബേസ് വെച്ചിട്ടാണ് കമ്പ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഒരു വർക്ക് ചെയ്യുന്ന ഒരു വുമണിൻ്റെ കേസിൽ എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. ഒരു വർക്ക് ചെയ്യുന്ന വുമൺ ആണെങ്കിൽ അവരുടെ വർക്ക് ചെയ്ത് കിട്ടുന്ന സാലറിയും ഈ ഒരു 30,000 രണ്ടും കണക്ക് കൂട്ടും അവരുടെ ക്ലെയിമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ 30,000 എക്സ്ട്രാ തന്നെയാണ്. അതിന് കോടതി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടമ്മ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീട്ടിലെ പണികൾ തുടങ്ങണം. അവർക്ക് ഡബിൾ ഷിഫ്റ്റാണെന്നാണ് പറയുന്നത്, അവർ പണികൾ നിർത്തുന്നില്ല. അപ്പോൾ പകല് സാലറി കിട്ടുന്ന ജോലി, പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ സാലറി കിട്ടാത്ത ജോലി. അതുകൊണ്ട് കോടതി ഈ ഒരു 2 ജോലിക്കും കൂടി ഒരു പ്രൊട്ടക്ഷൻ കൊടുത്ത് അൺപെയ്ഡ്, അതായത് വീട്ടിലെ ജോലികൾക്ക് 30,000 എക്സ്ട്രാ ആണ് എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചു. എന്തായാലും കോടതി അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഒരു മോട്ടോർ ആക്സിഡൻറ്റ് കേസ് ഒരു ഹൈക്കോർട്ടിൽ ഒരു ആവറേജ് 8 കൊല്ലം എടുക്കുന്നുണ്ട് ഒരു വിധി വരാൻ വേണ്ടിയിട്ട്. അത് MACT ട്രൈബ്യൂണൽ, അതായത് മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിം ട്രൈബ്യൂണലിലാണെങ്കിൽ 6 വർഷം ആവറേജ്. കോടതി പറഞ്ഞു ഇനി ഈ പരിപാടിയൊന്നും നടക്കൂല ഇവിടെ. ഇനി എല്ലാ കേസ് മോട്ടോർ ആക്സിഡൻറ്റ് കേസ് എല്ലാം 1 വർഷത്തിനുള്ളിൽ തീർക്കണം, അതിൻ്റെ അപ്പുറം പോകാൻ പാടില്ല. ഇത് സ്പീഡിൽ തീർക്കാൻ വേണ്ടിയിട്ട് ഇനി എക്സ്ട്രാ ബെഞ്ച് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതും വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ 1 വർഷത്തിനുള്ളിൽ തീർക്കണം. ഇതെല്ലാ കോടതിയിലേക്കും സുപ്രീം കോടതി കത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി തൊട്ട് 5-6 വർഷമൊന്നും ക്ലെയിമിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരിക്കും. മോട്ടോർ ആക്സിഡൻറ്റ് അപകടങ്ങൾ നടന്നാൽ 1 വർഷത്തിനുള്ളിൽ ക്ലെയിം കിട്ടും. സോ ഇനി തൊട്ട് വീട്ടമ്മമാർ മരിച്ചാൽ അവർക്ക് ജോലിയില്ല, സാലറി ഇല്ല, ശമ്പളമില്ല, അതൊന്നും പറഞ്ഞിട്ട് ഇനി ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതൊരു റെവല്യൂഷണറി ജഡ്ജ്മെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയണം. ഇനി വേണമെങ്കിൽ പല കേസുകളിലും ഇനി എന്ത് ചെയ്തു ആൾക്കാർ ഈ ഒരു 30,000 എന്നുള്ളത് ചിലപ്പോൾ അത് കൂടുതൽ അപ്പീൽ ചെയ്ത് വാദിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പോകും. അതായത് 30,000 കുറവാണ്, കൂടുതലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ പോവായിരിക്കും. എന്തായാലും അത് സംഭവിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഈ 30,000 എന്ന് പറയുന്നത് കുറവാണ്, കുറച്ചും കൂടി കൂട്ടണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കാരണം അവരതിനുള്ള പണി എടുക്കുന്നുണ്ട്, ജനിച്ചപ്പോൾ തൊട്ട് മരിക്കുന്നവരെ പണി തന്നെ. അപ്പോൾ അവർക്ക് അർഹിക്കുന്ന ഒരു ശമ്പളം ശരിക്കും എന്താ പറയണ്ടേ, ഈ ഒരു 30,000 ഫിക്സ് ചെയ്താൽ പോലെ 30,000 നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഫിസിക്കലി അവർക്ക് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവർക്ക് ജീവിച്ചിരിക്കുമ്പോൾ കുറച്ച് പൈസ കൊടുക്കാനുള്ള ഒരു നിയമം കൂടി വരണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവർക്ക് ചിലവുകളുണ്ടാവും, അവർക്ക് പേഴ്സണൽ ചിലവുകളുണ്ടാവും. അവർക്ക് എന്തെങ്കിലും സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഭർത്താവിനോട് പെർമിഷൻ വാങ്ങുക, അല്ലെങ്കിൽ വീട്ടിലെ മറ്റുള്ളവരോട് പെർമിഷൻ വാങ്ങുക, പൈസ കടം ചോദിക്കുക, അങ്ങനത്തെ അതിൻ്റെ ആവശ്യമില്ല. അവരുടെ കയ്യിൽ ഒരു പോക്കറ്റ് മണിയായിട്ട് ഒരു പൈസ ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം കൂടി സുപ്രീം കോടതി ഇറക്കണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മൊത്തത്തിൽ ഈ ഒരു 30,000 കുറവാണോ കൂടുതലാണോ, അല്ലെ ഇനി കൂട്ടണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതുപോലെ ഈ പോക്കറ്റ് മണിയുടെ ഈ ഒരു സാലറി പേ ചെയ്യുന്ന റൂളിൻ്റെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും കാണാം. ബൈ.